ഹമാസിനെ കീഴ്പ്പെടുത്തിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ ആയുധം കീഴവെക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത്. എന്നിട്ട് എന്താണ് അവർ നേടിയത്? ഹമാസിനെ പ്രകോപിപ്പിക്കാൻ എന്ന പേരിൽ ഗാസയിലെ പാവം മനുഷ്യരെ കൊന്നുതള്ളി. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരുടെ ജീവൻ പോലും പണയം വെച്ച് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി രാഷ്ട്രീയം കളിക്കുകയാണ് ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു. ഒരു വെടിനിർത്തലിനും തയ്യാറാകാതെ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് ഇസ്രായേലിന് ശാപമായി മാറുക തന്നെ ചെയ്യും ഭാവിയിൽ. കാരണം ഇസ്രായേലിലെ ജനങ്ങൾ പോലും ഭരണാധികാരിയുടെ കള്ളത്തരം കയ്യോടെ പൊക്കിയിട്ടുണ്ട്. ഗാസയിലെ മനുഷ്യർക്ക് നീതി നൽകുക എന്നത് ഇപ്പോൾ ഇസ്രായേലിലെ മാനവികത വറ്റാത്ത മനുഷ്യരുടെ ആവശ്യം കൂടിയായി മാറിയിരിക്കുകയാണ്. 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത് ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും നശിപ്പിക്കുകയും അവരെ ഇല്ലാതാക്കുകയുമാണ് യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യം എന്നാണ്. എന്നാൽ മാസങ്ങൾ നീണ്ട സൈനിക നടപടികൾക്ക് ശേഷവും ഹമാസിനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്ന വസ്തുതയാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്. ഗാസയിലെ നിരായുധരായ സാധാരണക്കാരെ ഇല്ലാതാക്കി എന്നല്ലാതെ ഹമാസിന്റെ നേതൃത്വത്തെയോ സൈനിക ഘടനയെയോ പൂർണ്ണമായും തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. യുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ നാസിയുടെ വടക്കൻ ഭാഗങ്ങളിൽ ഇസ്രായേൽ സൈന്യം ആധിപത്യം സ്ഥാപിക്കുകയും ഹമാസിന്റെ പ്രധാന കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഹമാസ് ഒരു പരമ്പരാഗത സൈന്യമല്ല. അവർ ഭൂമിക്കടിയിലെ തുരങ്കങ്ങളും ഗറില്ല യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് പോരാടുന്ന ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമാണ്. ഇതവരെ നഗരങ്ങളിലെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കാൻ സഹായിച്ചു. ഇസ്രായേലി സൈന്യം ഒരു പ്രദേശം കീഴടക്കിയ ശേഷം പിന്മാറുമ്പോൾ ഹമാസ് പോരാളികൾ വീണ്ടും ആ പ്രദേശങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന കാഴ്ച വളരെ സാധാരണമായി. ഇസ്രായേൽ സൈനിക നടപടികൾ കൂടുതൽ ശക്തമാക്കുമ്പോൾ ഹമാസ് കൂടുതൽ ഭൂഗർഭ തുരങ്കങ്ങളിലേക്ക് പിൻവാങ്ങുകയും അവിടെ നിന്ന് പോരാട്ടം തുടരുകയും ചെയ്തു. ഈ തുരങ്കങ്ങൾ തകർക്കുക എന്നത് ഇസ്രായേലി സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത്. ഈ തുരങ്ക ശൃംഖലകൾ എത്രത്തോളം വിപുലമാണെന്ന് ഇസ്രായേലിന് ഇപ്പോഴും വ്യക്തമായ ധാരണയില്ല. ഹമാസിന്റെ നേതാക്കളെ കണ്ടെത്താനും വധിക്കാനും ഇസ്രായേൽ ശ്രമിച്ചിരുന്നു. എന്നാൽ ഗാസയുടെ തെക്ക് ഭാഗത്തുള്ള റഫയിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നു കയറിയപ്പോഴേക്കും ഹമാസിന്റെ പ്രധാന നേതാക്കളായ യഹ്യ സിൻവാർ, മുഹമ്മദ് ദെയ്ഫ് എന്നിവരെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത് ഹമാസിന്റെ നേതൃത്വ ഘടന ഇപ്പോഴും സജീവമാണെന്നാണ് സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഇസ്രായേലിന്റെ സൈനിക നടപടികൾ ഗാസയിലെ ഹമാസിന്റെ സൈനിക ശേഷിക്ക് വലിയ തിരിച്ചടി ഏൽപ്പിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഒരു ഗറില്ല ഗ്രൂപ്പായ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നത് അപ്രാപ്യമായ ഒരു ലക്ഷ്യമായിട്ട് ഇന്നും ഇസ്രായേലിന്റെ മുമ്പിൽ നിലനിൽക്കുന്നു. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ഫലസ്തീൻ ജനതയുടെ ജീവിതത്തെ ദുരിതത്തിലാക്കിയപ്പോഴും ഹമാസ് ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനം എന്ന രീതിയിൽ അതിജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുടെ പരാജയമായി കണക്കാക്കപ്പെടും. എന്നാൽ യുദ്ധം തുടരുന്നത് ഇസ്രായേലിന്റെ രാഷ്ട്രീയ സാമ്പത്തിക ഭാവിക്കും ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തണേ. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികൾക്കെതിരെ ഇസ്രായേലി ജനതയ്ക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആശങ്കകളും എതിർപ്പുകളും വലിയ വാർത്താ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഹമാസിന്റെ ആക്രമണങ്ങൾക്ക് ശേഷമുണ്ടായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തുടക്കത്തിൽ വലിയ പിന്തുണ ലഭിച്ചിരുന്നുവെങ്കിലും യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതും അതിന്റെ മാനുഷിക പ്രത്യാഘാതങ്ങളും ഇസ്രായേലി സമൂഹത്തിൽ ആഴത്തിലുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. യുദ്ധം ആരംഭിച്ച് മാസങ്ങൾ പിന്നിടുമ്പോൾ പല ഇസ്രായേലികളും യുദ്ധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെയും അതിന്റെ തുടർച്ചയെയും സംശയിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചും അതിന്റെ ദീർഘകാല ഫലങ്ങളെക്കുറിച്ചും അവർക്കിടയിൽ വലിയ ആശങ്കകളുണ്ട്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക, ബന്ദികളെ രക്ഷിക്കുക എന്നീ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പൂർണ്ണമായും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പലരും ഇന്ന് വിശ്വസിക്കുന്നു. ഇതിനിടയിൽ ആയിരക്കണക്കിന് ഫലസ്തീൻകാർ കൊല്ലപ്പെടുകയും ഗസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും നശിക്കുകയും ചെയ്തത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് കടുത്ത വിമർശനങ്ങൾക്ക് വഴിയൊരുക്കി. നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടിയാണ് യുദ്ധം നീട്ടുന്നതെന്ന ആരോപണങ്ങൾ ഇസ്രായേലിൽ അതിശക്തമാണ്. ഹമാസിന്റെ ആക്രമണം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് പലരും കരുതുന്നു. ഈ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിച്ചാൽ തനിക്ക് നേരിടേണ്ടി വരുന്ന രാഷ്ട്രീയ തിരിച്ചടികൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് നെതന്യാഹു യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നാണ് പ്രധാനപ്പെട്ട വാദം. ഇത് ഇസ്രായേൽ ജനതയുടെ സുരക്ഷയേക്കാൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് എന്ന ഒരു ധാരണ പലരിലും സൃഷ്ടിച്ചിട്ടുണ്ട്. അതായത് നെതന്യാഹു എന്ന ഒറ്റ വ്യക്തിയാണ് യുദ്ധം ഇത്രത്തോളം വഷളാക്കിയത് എന്ന സത്യം ഇസ്രായേലിലെ സാധാരണക്കാർ പോലും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കൂടാതെ ബന്ദികളുടെ കുടുംബങ്ങൾ സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയർത്തിയിട്ടുണ്ട്. ബന്ദി
ബന്ദികളെ രക്ഷപ്പെടുത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു എന്നാണ് അവർ കരുതുന്നത്. പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനങ്ങൾ ഇസ്രായേലിന്റെ വിവിധ നഗരങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഈ പ്രകടനങ്ങൾ നെതന്യാഹു സർക്കാരിനെതിരായ ജനരോക്ഷത്തിന്റെ പ്രതിഫലനം തന്നെയാണ്. അപ്പോഴും നെതന്യാഹു എന്തിനോ വേണ്ടി ഗാസയിൽ യുദ്ധം നടത്തിക്കൊണ്ടേ പോകുന്നു. ചുരുക്കത്തിൽ ഗസയിലെ യുദ്ധം ഇസ്രായേലി ജനതയ്ക്കിടയിൽ ആഭ്യന്തരമായ ഭിന്നതകൾക്ക് കാരണമായിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. യുദ്ധത്തിന്റെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ചും അതിന്റെ മാനുഷികവും രാഷ്ട്രീയപരവുമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുമുള്ള സംശയങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഭൂരിഭാഗം ഇസ്രായേലികളും തങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമെന്ന് വിശ്വസിക്കുമ്പോഴും അതിനുവേണ്ടി സ്വീകരിക്കുന്ന വഴികളെക്കുറിച്ചും അതിന്റെ നേതാക്കളുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചും അവർക്കിടയിൽ പുനരാലോചനകൾ നടക്കുന്നുണ്ട്. നെതന്യാഹുവിന്റെ അധികാര തുടർച്ചയെ ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം സമാധാനപരമായ ഒരു ഭാവിക്ക് വേണ്ടിയുള്ള ആഗ്രഹവും ഇസ്രായേലി സമൂഹത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നെതന്യാഹുവിന്റെ ഭരണത്തെ നീട്ടിക്കൊണ്ടുപോകാൻ ഈ യുദ്ധം ഉപകരിക്കപ്പെട്ടത് എന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികൾ ആഭ്യന്തരമായി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഒരു താങ്ങായി മാറി എന്ന ആരോപണങ്ങൾ ശക്തമാണ്. ഹമാസിന്റെ ആക്രമണം തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനാണ് എന്ന ശക്തമായ വിമർശനം ഇസ്രായേലിൽ വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഗസയിലെ യുദ്ധം അദ്ദേഹത്തിന് രാഷ്ട്രീയമായി നിലനിൽക്കാനുള്ള ഒരു സാധ്യതയാണ് നൽകിയത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ്. ആക്രമണം തടയാൻ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും സൈന്യത്തിനും സാധിക്കാതെ പോയതിൽ ജനങ്ങൾക്കിടയിൽ വലിയ രോഷം ഉടലെടുത്തു. ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നെതന്യാഹു രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടന്നു. എന്നാൽ യുദ്ധം പ്രഖ്യാപിച്ചതോടെ രാജ്യത്തിന്റെ ശ്രദ്ധ ആഭ്യന്തര വിഷയങ്ങളിൽ നിന്ന് സുരക്ഷാ പ്രശ്നങ്ങളിലേക്കും സൈനിക നടപടികളിലേക്കും മാറി. ഒരു യുദ്ധകാല നേതാവ് എന്ന നിലയിൽ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം ജനങ്ങളുടെ പിന്തുണ നേടിയെടുത്തു. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെ അദ്ദേഹം ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്നുവെന്ന് വിമർശകർ ആരോപിക്കുന്നു. യുദ്ധം അവസാനിപ്പിച്ചാൽ ആക്രമണത്തിലെ പരാജയത്തെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. ഇത് നെതന്യാഹുവിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഭീഷണിയാവുകയും ചെയ്യും. അതിനാൽ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് ഈ ആഭ്യന്തര അന്വേഷണങ്ങളെ തടഞ്ഞു നിർത്താൻ അദ്ദേഹത്തെ സഹായിച്ചു. കൂടാതെ യുദ്ധം ഇസ്രായേലിലെ രാഷ്ട്രീയ ഭിന്നതകളെ കുറച്ചു കാലത്തേക്ക് മാറ്റി നിർത്താൻ സഹായിച്ചിട്ടുണ്ട്. യുദ്ധകാലത്ത് ഒരുമിച്ച് നിൽക്കുക എന്ന പൊതുവായ ലക്ഷ്യം ഇസ്രായേലിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളെയും ജനങ്ങളെയും ഒരുമിപ്പിച്ച് നിർത്തി. ഈ ഐക്യം നെതന്യാഹുവിന് തന്റെ ഭരണത്തെ ശക്തമാക്കാനുള്ള ഒരു അവസരവും നൽകി. എന്നാൽ യുദ്ധം നീണ്ടുപോവുകയും ലക്ഷ്യങ്ങൾ പൂർണ്ണമായും കൈവരിക്കാൻ കഴിയാതെ വരികയും ചെയ്തതോടെ ജനങ്ങൾക്കിടയിൽ അതൃപ്തി വർദ്ധിച്ചു വന്നു. ബന്ദികളെ രക്ഷപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച് ബന്ദികളുടെ കുടുംബങ്ങളും പ്രതിപക്ഷ നേതാക്കളും ശക്തമായ പ്രതിഷേധങ്ങൾ ഇസ്രായേലിൽ സംഘടിപ്പിച്ചത് ഈ പശ്ചാത്തലത്തിലാണ്. ഈ പ്രതിഷേധങ്ങൾ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കെതിരെയുള്ള ജനവികാരമായിരുന്നു. ചുരുക്കത്തിൽ ഗാസയിലെ യുദ്ധം നെതന്യാഹുവിന് തന്റെ ഭരണത്തെ നിലനിർത്താൻ ഒരു അവസരം നൽകി എന്നത് യാഥാർത്ഥ്യമാണ്. യുദ്ധം അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രതിസന്ധിയിൽ നിന്ന് ശ്രദ്ധ മാറ്റാനും ഒരു യുദ്ധകാല നേതാവായി സ്വയം അവതരിപ്പിക്കാനും അതുവഴി സ്വന്തം നിലനിൽപ്പ് ഉറപ്പിക്കാനും സഹായിച്ചിട്ടുണ്ട്. എന്നാൽ യുദ്ധം നീളുന്നതിനനുസരിച്ച് അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇസ്രായേലിലെ ജനത പോലും തങ്ങളുടെ പ്രസിഡന്റ് ഒരു കള്ളനാണെന്ന് സമ്മതിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഉയരുന്ന പ്രതിപക്ഷ സ്വരങ്ങൾ. എന്തായാലും ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.